ജനമെല്ലാം അത് കണ്ട് കവിണ്ണു വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. എന്താണ് ജനം കണ്ടത്? ഏലിയാവിന്റെ ഒറ്റ പ്രാർത്ഥനയിൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി യാഗത്തിലേക്ക് ഇറങ്ങി വരുന്നത് ജനമെല്ലാം കണ്ടു. എന്നിട്ട് ആ ജനമെല്ലാം പറയുകയാണ്, യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞ് അവർ കവിണ്ണു വീണു. കർമ്മേൽ പർവ്വതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവവൃത്യനായിരിക്കുന്ന ഏലിയാവിന്റെ ശുശ്രൂഷ നടക്കുകയാണ്. അത് വെല്ലുവിളിയുടേതായിരിക്കുന്ന ഒരു ശുശ്രൂഷ നടക്കുകയാണ്. ബാലിന്റെ പ്രവാചകന്മാരുടെ നടുവിൽ ജീവനുള്ള, പ്രവർത്തിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം ആരാണ് എന്ന് തെളിയിക്കുന്ന ഒരു വലിയ ശുശ്രൂഷ. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നൂറുകണക്കിന് ബാലിന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ദൈവത്തിന്റെ വൃത്തിയെ ഒറ്റയ്ക്ക് നിന്നാലും നിന്റെ വീട്ടിൽ ആരും തന്നെ നിനക്ക് അനുകൂലമല്ല, പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നിനക്ക് അനുകൂലമല്ലെങ്കിലും, ആരാധനയുടെ നടുവിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരുമില്ലെങ്കിലും, ധൈര്യമുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയിൽ അഗ്നി ഇറക്കാൻ ദൈവത്തിന് കഴിയും. ദൈവം പ്രവർത്തിക്കുവാൻ ഒത്തിരി കൂട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒറ്റ ഒരുവന്റെ അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരുവന്റെ പ്രാർത്ഥന മതി. ദൈവം നിന്റെ മേൽ അഭിഷേകത്തെ തന്നിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയെങ്കിൽ സ്വർഗീയ അഗ്നി അത്ഭുതകരമായി ഇറങ്ങി വരും. ഒറ്റയ്ക്ക് നിൽക്കുകയാണ് കർമ്മേലിൽ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഏലിയാവിന്റെ ദൈവത്തിന്, ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ, ഏലിയാവിന്റെ ദൈവം ചെയ്ത അത്ഭുതത്തിന് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായി. ദൈവത്തിന്റെ പദ്ധതി കൂടി നിൽക്കുന്ന, ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത, ദൈവത്തെ മനസ്സിലാക്കിയിട്ടില്ലാത്ത, ദൈവശക്തിയെ രുചിച്ചറിഞ്ഞിട്ടില്ലാത്ത ജനത്തെ ദൈവത്തിന്റെ ശക്തിയെയും ഈ ദൈവത്തെയും മനസ്സിലാക്കി കൊടുക്കാൻ ദൈവത്തിനൊരു പ്രവൃത്തി ഉണ്ടായിരുന്നു ഏലിയാവിന്റെ അത്ഭുതത്തിൽ. ഏലിയാവ് പ്രാർത്ഥിച്ചു, ദൈവം അത്ഭുതം ചെയ്തതുപോലെ നമ്മുടെ ലൈഫിൽ ഒട്ടനവധി അത്ഭുതങ്ങൾ നാം സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ലൈഫിലും ഈ ദൈവത്തെ നമ്മിലൂടെ വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് എത്ര പേര് അറിഞ്ഞിട്ടുണ്ട്? സ്വീകർത്താക്കൾ മാത്രമായി പലരും മാറുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നിന്നിലൂടെ ഈ ദൈവത്തെ മറ്റുള്ള ജനങ്ങൾക്ക് വെളിപ്പെടുത്താൻ സർവശക്തൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ പറ്റും അതെങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാം? ഞങ്ങളുടെ അത്ഭുതം മറ്റുള്ളവർ കാണണം, അല്ലെങ്കിൽ അത് കേൾക്കണം. ആ അത്ഭുതങ്ങൾ പങ്കുവെക്കുവാൻ എത്ര പേർ റെഡിയാണ്? 4 പേരുടെ മുൻപിൽ നിന്ന് പോലും സാക്ഷ്യം പറയാൻ, ഈ യേശുവിനെ ഒന്ന് സാക്ഷ്യം പറയാൻ മടിക്കുന്നൊരു തലമുറയുണ്ട്. അവരുടെ നടുവിലാകരുത് നാം. ദൈവം നമുക്ക് നൽകിയ നന്മകളെ നാവ് പോരാതെ വർണ്ണിക്കാൻ ദൈവസന്നിധിയിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം ഒരത്ഭുതം നിന്റെ ജീവിതത്തിൽ ഇനിയും ചെയ്യുവാൻ ഇന്നും ശക്തനാണ്. നിർത്തരുത് ദൈവത്തെ സാക്ഷീകരിക്കുന്നത്. അത് അടുത്ത തലമുറ കാണണം, അടുത്ത തലമുറ അത് കേൾക്കണം. ദൈവത്തെ അറിയുന്നൊരു തലമുറ ഇനിയും ഉണ്ടാകണം. യേശുവേ